ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഏകതാരകം പാർട്ട് 2. വിചിത്രമായ ആ അനുഭവവും രവിശങ്കർ തന്റെ ഡയറിയിൽ കുറിച്ചിട്ടു. എന്നിട്ടും തൃപ്തിയായില്ല. ആരോടെങ്കിലും ഇതൊക്കെ ഒന്ന് പറയാതെ വയ്യ. ആരോട് പറയാൻ? തോമസ് പോൾ അല്ലാതെ പറ്റിയ ആഡിയൻസ് വേറെ ആര്? തോമാച്ചൻ ഇതൊക്കെ അറിയേണ്ടതാണ്. തോമാച്ചൻ ഒരേ ഒരാൾ കാരണമാണല്ലോ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. ബൈക്ക് എടുത്ത് രവിശങ്കർ അപ്പോൾ തന്നെ തോമസിന്റെ വീട്ടിലേക്ക് ചെന്നു. വേലക്കാരി പെണ്ണാണ് വാതിൽ തുറന്നത്. സാർ ഇവിടെയില്ല, അവൾ പറഞ്ഞു. എവിടെ പോയി? മാർക്കറ്റിൽ പോയേക്കുവാ. ദാ ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അയാൾ നിരാശയോടെ ബൈക്ക് തിരിച്ചു. ഇനി 1 മണിക്കൂറെങ്കിലും കഴിയാതെ തോമച്ചനെ പ്രതീക്ഷിക്കേണ്ട. തോമച്ചൻ ഒരു ഭക്ഷണ പ്രിയനാണ്. മാർക്കറ്റിൽ സ്വയം പോയാലേ തൃപ്തിയാകും. ഏറ്റവും നല്ല പച്ചക്കറി, മീൻ, ഇറച്ചി എന്നിവയൊക്കെ തെരഞ്ഞു പിടിച്ചു വാങ്ങാൻ ബഹുസമർത്ഥനാണ് തോമച്ചൻ. വല്ലപ്പോഴും തോമച്ചൻ വീട്ടിലേക്ക് ഉണ്ണാൻ വിളിക്കും. അയാളുടെ ഭാര്യ 1-ാം തരം ഡോക്ടർ മാത്രമല്ല, 1-ാം തരം പാചക വിദഗ്ധ കൂടിയാണ്. മാർക്കറ്റിൽ തോമച്ചനെ ഒന്ന് തപ്പി നോക്കാന്ന് വിചാരിച്ചാണ് രവിശങ്കർ വണ്ടി മെയിൻ റോഡിലേക്ക് വിട്ടത്. ജംഗ്ഷനിൽ എത്തിയപ്പോൾ ട്രാഫിക് ജാം. വാഹനങ്ങൾ നിരയായി കിടക്കുന്നു. അയാൾ വണ്ടി നിർത്തി കാലുകൾ നിലത്ത് കുത്തി നിന്നു. അപ്പോഴാണ് ബെറ്റി ജോലി ചെയ്യുന്ന ട്രാവൽ ഏജൻസി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടെന്നു. പെട്ടെന്നുണ്ടായ ചിന്തയിൽ രവിശങ്കർ അങ്ങോട്ട് ചെന്നു. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് കണ്ണാടിയിൽ നോക്കി മുടിയൊന്ന് ഒതുക്കിയിട്ട് അയാൾ ചില്ലുവാതിൽ തുറന്ന് ഓറിയന്റൽ ട്രാവൽസിലേക്ക് കയറി ചെന്നു. മനോഹരമായി ഫർണിഷ് ചെയ്ത ഓഫീസ്, AC-യുടെ കുളിർമ, വിശാലമായ മുറി. 7-8 പേർ ജോലി ചെയ്യുന്നു. എല്ലാവരും തിരക്കിലാണ്. ഒരറ്റത്തുള്ള മേശക്കരിയിൽ ഇരിക്കുന്ന ബെറ്റിയെ ഒറ്റ നോട്ടത്തിൽ അയാൾ കണ്ടു. ആരോടോ ടെലിഫോണിൽ സംസാരിക്കുകയാണ് അവൾ. നോട്ട് പാഡിൽ എന്തോ എഴുതിയിടുന്നുണ്ട്. രവിശങ്കർ സാവധാനം അവളുടെ അടുത്തേക്ക് ചെന്നു. ഫോണിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് അവൾ അയാളെ കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. വിവിധ വിമാന കമ്പനികളുടെ വർണ്ണ പകിട്ടുള്ള വാൾ പോസ്റ്ററുകൾ നോക്കി അയാൾ ഇരുന്നു. ഭൂമിയിലെ പറുദീസകളായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ക്ഷണങ്ങൾ, ഹവായ് ദ്വീപിലെ സുന്ദരിമാർ, അറേബ്യയിലെ ഈന്തപ്പനകൾ, ഫ്രാൻസിലെ മുന്തിരിത്തോട്ടങ്ങൾ. സംഭാഷണം അവസാനിപ്പിച്ച് ബെറ്റി ഫോൺ വെച്ചു. എന്നിട്ട് രവിശങ്കറിന്റെ നേരെ തിരിഞ്ഞ് കളിയായി തൊഴിൽപരമായൊരു മന്ദഹാസത്തോടെ ചോദിച്ചു, സർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? മാഡം, എനിക്കൊരു എയർ ടിക്കറ്റ് വേണ്ടിയിരുന്നു. ഗൗരവം ഭാവിച്ച് അയാളും പറഞ്ഞു. വാട്ട് യുവർ ഡെസ്റ്റിനേഷൻ ആൻഡ് പ്ലീസ് ടെൽ മീ ദി ഡേറ്റ്, അവൾ വിനീതയായി ആവശ്യപ്പെട്ടു. എവിടേക്ക് പോകാനും നിങ്ങൾ ടിക്കറ്റ് ശരിയാക്കി തരുമോ? അതാണല്ലോ ഞങ്ങളുടെ എളിയ സേവനം. ഏതെങ്കിലും ഒരു പർദീസയിലേക്ക് കൊണ്ടുപോകാൻ മാഡം എന്നെ സഹായിക്കണം. തീയതി മാഡത്തിന്റെ സൗകര്യമനുസരിച്ച് തീരുമാനിക്കുക. തമാശയാണ് രവിശങ്കർ പറഞ്ഞതെങ്കിലും അതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ അർത്ഥം കണ്ടതുകൊണ്ടാവാം ബെറ്റിയുടെ സ്വതവേ വെളുത്ത മുഖം പെട്ടെന്ന് തൊടുത്തു. സോറി, ഞാൻ, അവൾ തെറ്റിദ്ധരിച്ചെന്ന് മനസ്സിലായപ്പോൾ അയാൾ ഖേദിച്ചു. രവിയും എന്നോടിങ്ങനെ വെറുതെ ഒരു തമാശയ്ക്ക് എന്തു പറയണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തമാശയ്ക്കുള്ള ഉപകരണങ്ങളാണ് സ്ത്രീകൾ, അവൾ പറഞ്ഞു. എന്നെയും പറ്റി ആ ബെഞ്ചമിന്റെ ലിസ്റ്റിൽ? ഇല്ലില്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. ബെഞ്ചമിന്റെ സഹായം കാരണം മറക്കാനാവാത്ത ചില സംഭവങ്ങൾ ഇന്നും ഇന്നലെയുമൊക്കെ ഡെയ്സി വില്ലയിലുണ്ടായി, രവിശങ്കർ പറഞ്ഞു. എന്താണത്, പറയൂ, താല്പര്യത്തോടെ അവൾ ചോദിച്ചു. വിശദമായി പറഞ്ഞാലേ രസമുള്ളൂ. പിന്നീട് ഒരിക്കലാവട്ടെ, ഞാനിപ്പോൾ ബെറ്റിയെ ശല്യപ്പെടുത്തുന്നില്ല. അയാൾ എഴുന്നേറ്റു. അവളും എഴുന്നേറ്റു. പക്ഷേ എനിക്കത് ഇന്ന് തന്നെ കേൾക്കണമല്ലോ രവി, അവൾ പറഞ്ഞു. ഇപ്പോൾ ബെറ്റിക്ക് പുറത്തേക്ക് വരാൻ പറ്റുമോ? ഒരു നിവർത്തിയില്ലല്ലോ, പിന്നെന്ത് ചെയ്യും? അവൾ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് ഒരു വഴി കണ്ടെത്തിയതുപോലെ ചിരിച്ചു. നിങ്ങളുടെ പത്രം ഓഫീസിന്റെ ക്യാൻറ്റീനിലെ പഴംപൊരിക്ക് നല്ല സ്വാദാണ്, അവൾ പറഞ്ഞു. അയാൾക്ക് കാര്യം പിടികിട്ടി. ശരി, 5:30 ആകുമ്പോൾ വന്നോളൂ, ഒരു 10 മിനിറ്റ് ഒപ്പിക്കാം. പറഞ്ഞതുപോലെ 5:30 ആയപ്പോൾ ബെറ്റി പത്രം ഓഫീസിൽ ചെന്നു. രവിശങ്കർ അവളെയും കൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോയി. കാപ്പി കുടിക്കുന്നതിനിടയിൽ അയാളെല്ലാം വിശദമായി അവളെ പറഞ്ഞു കേൾപ്പിച്ചു. രാത്രിയിൽ വന്ന് അയാളെ പേടിപ്പിച്ച സിസിലിയെക്കുറിച്ചും പകൽ വന്ന് അയാളെ അമ്പരപ്പിച്ച ഡോളിയെക്കുറിച്ചും. സിസിലിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ബെറ്റി അധികം ചിരിച്ചത്. രവി ഒരു ദുഷ്ടനാണ്, അവൾ പറഞ്ഞു. അതെന്താ? വണ്ടിക്കൂലി കൊടുക്കാതെ ആ പാവത്തിനെ പറഞ്ഞു വിട്ടില്ലേ, അവൾ കുറ്റപ്പെടുത്തി. ഞാൻ 50 രൂപ കൊടുത്തതാ ബെറ്റി, അവൾ അത് വാങ്ങിയില്ല. അവൾ പറഞ്ഞത് എന്താണെന്നറിയാമോ?
സൗജന്യമായി ആരോടും അവൾ പണം വാങ്ങിയിട്ടില്ലെന്ന് അയാൾ തന്റെ നിരപരാധിത്വം വേർപ്പെടുത്തി. വേണമായിരുന്നെങ്കിൽ സൗജന്യമായിട്ടല്ലാതെ കൊടുക്കാമായിരുന്നല്ലോ. കണ്ണുകൾ താഴ്ത്തി ചിരിയടക്കി അവൾ പറഞ്ഞു. ഇത്തവണ രവിശങ്കറിന്റെ മുഖമാണ് തുടുത്തുപോയത്. സോറി രവി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നിങ്ങൾ മാന്യനും സൽസ്വഭാവിയുമായ ചെറുപ്പക്കാരനാണെന്ന് എനിക്കറിയില്ലേ. കൈ നീട്ടി അയാളുടെ കയ്യിൽ തൊട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഇനി അതുപോലെ ഏതൊക്കെ കഥാപാത്രങ്ങൾ വരും എന്നാണ് എന്റെ പേടി. എന്തിനാ പേടിക്കുന്നേ? ഒരു കണക്കിന് ഇതൊക്കെ ഒരു രസമല്ലേ രവി? ഒറ്റയ്ക്ക് അവിടെ ബോറടിക്കത്തില്ലല്ലോ. ആ ബെഞ്ചമിനോട് നിങ്ങൾ കടപ്പെട്ടവനാണ്. അതെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മുൻ വോളിബോൾ താരത്തെ പരിചയപ്പെടാനും സാധിക്കില്ലായിരുന്നല്ലോ, രവിശങ്കർ പറഞ്ഞു. അയാൾ തിരികെ വെച്ച മുന അവൾക്ക് പിടികിട്ടി. അവൾ ചിരിച്ചതേ ഉള്ളൂ. രവിയെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ബെറ്റി ചോദിച്ചു. അച്ഛൻ, അമ്മ, ഞാൻ. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം, അയാൾ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ 3 പെണ്ണും 4 ആണും അടക്കം 7 മക്കൾ. പിന്നെ അപ്പച്ചൻ, അമ്മച്ചി, വല്യപ്പച്ചൻ, വല്യമ്മച്ചി, മൊത്തം 11 പേർ, ബെറ്റി പറഞ്ഞു. ഹൗ ഗ്രേറ്റ്! ഒരുപാട് പേരുള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്നാ എന്റെ ആഗ്രഹം. ഇതുവരെയുള്ള കുറവ് അതോടെ തീരുമല്ലോ, അയാൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ എന്റെ സഹായം വല്ലതും വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാനേറ്റു, അവൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. വീട്ടിൽ ഒരുപാട് പേരുള്ള പല കൂട്ടുകാരികളും അവൾക്കുണ്ടായിരുന്നു. ഒരു തമാശ പറയാനാണ് രവിശങ്കറിന് അപ്പോൾ തോന്നിയത്. അതിന് ബെറ്റി മാത്രം ഏറ്റാൽ പോരല്ലോ. പന്തളത്തുകാരൻ നായര് പയ്യൻ പാലക്കാരൻ അസ്രാണി പെണ്ണിനെ കെട്ടാൻ അവളുടെ അപ്പച്ചനും അമ്മച്ചിയും ആങ്ങളമാരും ഒക്കെ സമ്മതിക്കുമോ? അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നത്. ലജ്ജ കൊണ്ട് അവൾ ചുളുങ്ങിപ്പോയി. 2 നിമിഷം വേണ്ടി വന്നു അവൾക്ക് സമനില വീണ്ടെടുക്കാൻ. പന്തളത്തുകാരൻ നായര് പയ്യന് തമാശ പറയാൻ അറിയാമല്ലോ, അവൾ ദുർബലമായി പറഞ്ഞൊപ്പിച്ചു. തമാശയാണെന്ന് ആര് പറഞ്ഞു? കളിയാക്കണ്ട. രവി വിചാരിക്കുന്നത് പോലെ അത്ര യാഥാസ്ഥിതികരൊന്നും അല്ല എന്റെ വീട്ടുകാർ, അവൾ പറഞ്ഞു. അവൾ എഴുന്നേറ്റു. 10 മിനിറ്റ് പറഞ്ഞിട്ടിപ്പോൾ 15 മിനിറ്റ് ആകുന്നു. ഇനി ഞാൻ രവിയുടെ സമയം അപഹരിക്കുന്നില്ല. ബെറ്റി പിണങ്ങിപ്പോവുകയല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ, അയാൾ ആശങ്കയോടെ ചോദിച്ചു. അവൾ പൊട്ടിച്ചിരിച്ചു. എന്തിന്? എനിക്ക് കിട്ടിയൊരു കോംപ്ലിമെന്റ് അല്ലേ അത്? എനിക്ക് സന്തോഷമേ ഉള്ളൂ, അവൾ പറഞ്ഞു. പിന്നെ ബെറ്റി ഇരുന്നില്ല, അവൾ പോയി. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഡെയ്സി വില്ലയുടെ ഗേറ്റിന് വെളിയിൽ ഒരു ടാക്സി കാർ വന്നു നിന്നു. സുമുഖനായൊരു ചെറുപ്പക്കാരനാണ് കാറിൽ നിന്നിറങ്ങിയത്. അയാൾ ഗേറ്റ് കടന്നു വന്ന് കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തിയിട്ട് ഭിത്തിയിൽ ചാരി നിന്നു. രവിശങ്കർ വാതിൽ തുറന്നു. താനാണോ ഇവിടുത്തെ പുതിയ താമസക്കാരൻ? ചെറുപ്പക്കാരൻ ചോദിച്ചു. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് രവിശങ്കറിന് മനസ്സിലായി. അതെ, ഈർഷ്യയോടെ രവിശങ്കർ പറഞ്ഞു. എന്നെ മനസ്സിലായില്ലായിരിക്കും. ഇല്ലല്ലോ. അങ്ങ് ആരാണാവോ? എവിടുന്നാണാവോ വരവ്? തെല്ലൊരു പരിഹാസത്തോടെ അയാൾ ചോദിച്ചു. എന്നാ മനസ്സിലാക്കി തരാം. ഞാനിവിടെ കുറെ നാൾ താമസിച്ചവനാ. പേര് ബെഞ്ചമിൻ. തന്നെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. അവർ മുഖത്തോട് മുഖം നോക്കി നിന്നു. രവിശങ്കറിന്റെ ഏകദേശം അതേ പ്രായമായിരുന്നു ബെഞ്ചമിന്. ആകാര ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. മുടി നെറ്റിയിലേക്ക് ചിതറി വീണ് കിടന്നിരുന്നു. മദ്യപിച്ചത് കാരണം കണ്ണുകൾക്ക് ചുവപ്പുണ്ടായിരുന്നു. ഓ, നമ്മുടെ കാസനോവ! ആശ്ചര്യത്തോടെ രവിശങ്കർ അയാളെ തിരിച്ചറിഞ്ഞു. രവിശങ്കർ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായില്ല. താങ്കളെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്ലീസ് സിറ്റ് ഡൗൺ. ഒരു ചൂരൽ കസേര വലിച്ചിട്ട് ബെഞ്ചമിൻ ഇരുന്നു. മുടി പിന്നിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് അയാൾ ഒരു നിമിഷം രവിശങ്കറെ ഒന്ന് പഠിച്ചു. എന്നിട്ട് പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് എടുത്തു. ഞെരിഞ്ഞമർന്ന സിഗരറ്റ് പാക്കറ്റ് ആയിരുന്നു അത്. ഡു യു സ്മോക്ക്? നോ താങ്ക്സ്, രവിശങ്കർ പറഞ്ഞു. ചുളുങ്ങി മടങ്ങി ഒരു സിഗരറ്റ് എടുത്ത് ശരിയാക്കി അയാൾ ചുണ്ടിൽ വെച്ച് തീ പിടിപ്പിച്ചു. ഞാൻ ചില സാധനങ്ങൾ ഇവിടെ മറന്നു വെച്ചിട്ടാ പോയെ, അതെടുക്കാൻ വന്നതാ, ബെഞ്ചമിൻ പറഞ്ഞു. എന്ത് സാധനങ്ങൾ? അഡ്രസ്സുകൾ എഴുതിയ ഒരു ചെറിയ ബുക്കുണ്ട്. അതിവിടെയാണോ വേറെ വല്ലയിടത്തും ആണോ കളഞ്ഞു പോയതെന്ന് അറിയില്ല. അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ കത്തുകളുണ്ട് അല്ലേ? അതെ എന്ന അർത്ഥത്തിൽ ബെഞ്ചമിൻ തലകുലുക്കി. വേറെ എന്തെങ്കിലും? രവിശങ്കർ ചോദിച്ചു. പിന്നെ കുറെ മാഗസിൻസ് ഉണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് പെട്ടിയും. അതെല്ലാം ഉണ്ട്, ഞാൻ എടുത്തു തരാം. രവിശങ്കർ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. പിന്നാലെ ബെഞ്ചമിനും ചെന്നു. ഒരു തരം ഗ്രഹാതുരതയോടെ അയാൾ എല്ലാ മുറിയിലും കയറിയിറങ്ങി. 2 വർഷമായി ഞാൻ താമസിച്ചിരുന്ന വീടായത്. എന്തൊക്കെയോ മധുരസ്മരണകളുടെ തെളിച്ചം അയാളുടെ മുഖത്ത് പ്രതിഫലിച്ചു. ഭിത്തി അലമാരിയിൽ ഭദ്രമായി കെട്ടിവെച്ചിരുന്ന കത്തുകളും
കട്ടിലിന്റെ കീഴിൽ നിന്ന് കാർഡ്ബോർഡ് പെട്ടിയും ബെഞ്ചമിൻ എടുത്തു. രവിശങ്കർ സൂക്ഷിച്ചു വെച്ചിരുന്ന അഡ്രസ് ബുക്ക് അയാൾക്ക് കൊടുത്തു. ഒരു തരം പ്രേമഭാവത്തോടെ അയാൾ അതിന്റെ താളുകൾ മറിച്ചു നോക്കിയിട്ട് ഭദ്രമായി പോക്കറ്റിൽ വെച്ചു. താങ്കൾക്കിവിടെ കുറെ ആരാധികമാരുണ്ടായിരുന്നു അല്ലേ? രവിശങ്കർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആര് പറഞ്ഞു? ചിലരൊക്കെ ഇവിടെ അന്വേഷിച്ചു വന്നിരുന്നു. ആരൊക്കെ? അയാൾക്ക് ആകാംക്ഷയായി. ഒരു സിസിലി, പിന്നെ ഒരു ഡോളി. ബെഞ്ചമിൻ പൊട്ടിച്ചിരിച്ചു. അതൊക്കെ ഞാൻ തഴഞ്ഞ കേസുകളാ. തനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താനെടുത്തോ. ഒറ്റയ്ക്ക് താമസിക്കുമല്ലേ, നേരം പോക്ക് നടക്കും. ഔദാര്യപൂർവ്വം ബെഞ്ചമിൻ പറഞ്ഞു. അയാൾ ആ പറഞ്ഞത് രവിശങ്കറിന് തീരെ ഇഷ്ടമായില്ല. പക്ഷെ അത് പ്രകടിപ്പിച്ചില്ല. വേറെ ആരെങ്കിലും വന്നായിരുന്നോ? ഒരു ബെറ്റി അറിയുമോ? ബെറ്റി ഫെർണാണ്ടസ്, രവിശങ്കർ ചോദിച്ചു. വീട് മാറിപ്പോകാൻ ഈ കാസനോവ് ഒരു ദിവസം കൂടി വൈകിയിരുന്നെങ്കിൽ അവളുടെ പ്രേമത്തിന്റെ ചൂടറിയാനുള്ള ഭാഗ്യം കിട്ടിയനെ. ചിലപ്പോൾ പോലീസും വന്ന് തപ്പിയനെ. ബെറ്റിയുടെ പേര് കേട്ടപ്പോൾ അയാളുടെ മുഖം വിടർന്നു. ബെറ്റി? ഓ മായി, അറിയാം. ബെറ്റി നിങ്ങൾക്ക് പരിചയമുണ്ടോ? അറിയാം. ബെറ്റി ഇവിടെ വീട് കണ്ടുപിടിച്ച് വന്നിരുന്നു. എന്നെ കണ്ട് ഞാനാണ് ബെഞ്ചമിൻ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. രവിശങ്കർ പറഞ്ഞു. കൊച്ചു കള്ളാ, താനൊരു ഭാഗ്യവാനാണല്ലോടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ ചൂണ്ടയിട്ടത് ഞാനാ. ഇപ്പം തന്റെ കയ്യിലാ വന്നു വീണതെങ്കിലും എനിക്ക് അവകാശപ്പെട്ട പെണ്ണ അവൾ. വൃത്തികെട്ട ഒരുതരം ചിരിയോടെ ബെഞ്ചമിൻ പറഞ്ഞു. പതഞ്ഞു വന്ന കോപം രവിശങ്കർ പാടുപെട്ടടക്കി. കണ്ടിട്ട് സാധനം എങ്ങനെയുണ്ട്? കൊള്ളാമോ? വേണമെങ്കിൽ അവളെയും താൻ എടുത്തോ. പക്ഷെ നന്ദി വേണം. എങ്ങനാ നന്ദി കാണിക്കുന്നതെന്നായിരിക്കും. അത് പറയാം. ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വരും. അന്നേരം എനിക്കും കൂടെ ഒന്ന് വിട്ടു തന്നാൽ മതി. അതും പറഞ്ഞ് ബെഞ്ചമിൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. രവിശങ്കറിന് ക്ഷമിക്കാവുന്നതിന്റെ അപ്പുറത്തായിരുന്നു ആ അവഹേളനം. തന്നെക്കുറിച്ച് പറഞ്ഞതിലല്ല, ബെറ്റിയെക്കുറിച്ച് തരം താഴ്ത്തി സംസാരിച്ചതാണ് അയാളെ ക്ഷുഭിതനാക്കിയത്. ചിരി തീരും മുമ്പ് രവിശങ്കർ അയാളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ചിരി പെട്ടെന്ന് നിന്നു. ഒന്ന് വട്ടം ചുറ്റിയതോടെ കസേര മറിച്ചിട്ടുകൊണ്ട് ബെഞ്ചമിൻ ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. രവിശങ്കർ അയാളെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മാനം മര്യാദയായി ജീവിക്കുന്ന പെമ്പിള്ളാരെ ശല്യപ്പെടുത്തിയാൽ ഇടയ്ക്ക് ഇങ്ങനെയും ചില സമ്മാനങ്ങൾ കിട്ടും, മനസ്സിലായോ? അത് പറയാൻ നീ ആരാടാ? അവിടെ തന്തയോ അതോ അവിടെ മറ്റേവനോ? രണ്ടാമത്തടി അപ്പോഴാണ് വീണത്. ഇത്തവണ രവിശങ്കർ അയാളെ പിടിച്ചുയർത്തിയില്ല. ബെഞ്ചമിൻ ആയാസത്തോടെ സ്വയം എഴുന്നേറ്റു. ഞാൻ ഇന്ന് ഇത്തിരി കുടിച്ചിട്ടുണ്ട്. അതാ നിനക്കിപ്പോ എന്നെ തല്ലാൻ പറ്റിയ. ഞാൻ ഇനിയും വരും. അപ്പം ഞാൻ ഇതിന്റെ കണക്ക് തീർത്തോളാം, കേട്ടോടാ. ഇറങ്ങിപ്പോടാ, പുച്ഛത്തോടെ രവിശങ്കർ പറഞ്ഞു. രവിശങ്കറെ രൂക്ഷമായെന്ന് നോക്കിയിട്ട് അയാൾ ആടി ആടി ഇറങ്ങിപ്പോയി. ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് രവിശങ്കർ വരാന്തയിൽ വന്നിരുന്നു. ഏറെ നേരം കഴിഞ്ഞാണ് അയാളുടെ മനസ്സ് ശാന്തമായത്. വീട്ടിലേക്ക് വന്ന ഒരാളെ തല്ലുകൊടുത്ത് പറഞ്ഞു വിട്ടത് ശരിയായോ? അയാൾ പലവട്ടം ചിന്തിച്ചു. ഒരുത്തൻ വന്ന് മര്യാദകേട് പറഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? എന്ത് മര്യാദകേടാണ് അയാൾ പറഞ്ഞത്? ബെറ്റിയെക്കുറിച്ച് പറഞ്ഞതാണോ? അതെ, അത് തന്നെയാണ്. പരിചയമുള്ളൊരു പെൺകുട്ടിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെ? ബെറ്റി വെറും ഒരു പരിചയക്കാരി മാത്രമാണോ? അവിടെ രവിശങ്കറിന് ആശയക്കുഴപ്പമുണ്ടായി. പരിചയക്കാരി മാത്രമല്ല, സ്നേഹിത എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ എല്ലാ അർത്ഥത്തിലും സ്നേഹിതയാണോ? അതുമല്ല. ആ ആഴ്ച മുതൽ 6 മണിക്കുള്ള ഷിഫ്റ്റ് ആയിരുന്നു രവിശങ്കറിന്. ഉച്ചയൂണ് കഴിഞ്ഞ് കുറേ നേരം കിടന്നുറങ്ങി. ഉണർന്നപ്പോൾ ചായ കുടിക്കണമെന്ന് തോന്നി. ഒരു സ്റ്റൗ വാങ്ങിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. കുറച്ച് തേയിലയും പഞ്ചസാരയും മിൽക്ക് പൗഡറും വാങ്ങിവെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ചായ റെഡി. കുളി കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ വേഷം ധരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അയാൾ ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ഇത് ബെറ്റിയാണ്. എന്താ ബെറ്റി? ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. അപ്പോഴാ രവിശങ്കർ വീട്ടിൽ കാണുമെന്നറിഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. എന്തേ വിളിച്ചത്? വെറുതെ. അതോ ഞങ്ങളുടെ ക്യാൻറ്റീനിലെ പഴംപൊരിയുടെ സ്വാദ് ഓർത്തിട്ടോ? അതൊന്നുമല്ല, ഞാൻ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. ദാ ഇപ്പൊ വന്നതേ ഉള്ളൂ, അവൾ പറഞ്ഞു. അപ്പോഴാണ് ബെഞ്ചമിന്റെ കാര്യം രവിശങ്കർ ഓർത്തത്. ബെറ്റി, ഇന്നൊരു രസമുണ്ടായി. നമ്മുടെ ബെഞ്ചമിൻ ഇവിടെ വന്നിരുന്നു. എപ്പോൾ? ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു. ബെഞ്ചമിൻ വന്നതും പിന്നെ നടന്ന സംഭവങ്ങളും അയാൾ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. കഷ്ടം, രവി എനിക്കൊന്ന് ഫോൺ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ വന്നേനേല്ലോ. അയാൾക്ക് 2 എണ്ണം കൊടുക്കാൻ കഴിയാഞ്ഞ് എന്റെ കൈ ധരിക്കുകയാണ്, അവൾ നിരാശയോടെ പറഞ്ഞു. സാരമില്ല, 2 എണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അയാൾ ആശ്വസിപ്പിച്ചു. അത് മതി. എന്നാലും അയാളെ തല്ലേണ്ടിയിരുന്നില്ലെന്ന് പിന്നീട് എനിക്ക് തോന്നി, രവിശങ്കർ പറഞ്ഞു.
വേണ്ടാതീനം പറഞ്ഞാൽ പിന്നെ തല്ലു കൊടുക്കണ്ടേ? നന്നായി രണ്ടു പൊട്ടിച്ചത്. ബെറ്റിക്ക് ഒരു സംശയമില്ലായിരുന്നു. എന്നാലും അയാൾ കാരണമല്ലേ നമ്മൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. അതിന്റെ നന്ദി അയാൾ പറഞ്ഞു. അവൾ പൊടുന്നനെ നിശബ്ദയായി. എന്റെ ഫ്രണ്ട്ഷിപ്പിന് അത്രയ്ക്ക് വിലയുണ്ടോ രവി? അല്പം കഴിഞ്ഞ് അവൾ ചോദിച്ചു. ബെറ്റിക്ക് എന്ത് തോന്നുന്നു? എനിക്കും അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ വീണ്ടും രവിക്ക് ഫോൺ ചെയ്യുന്നത്, കാണാൻ ആഗ്രഹിക്കുന്നത്? അയാൾ തൃപ്തിയോടെ ചിരിച്ചു. രവി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമല്ലേ, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. രവിശങ്കറിന് എന്തെങ്കിലും പറയാൻ സാധിക്കും മുമ്പ് അവൾ ഫോൺ വെച്ചു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെറ്റിയെക്കുറിച്ചാണ് അയാൾ ആലോചിച്ചത്. ദൈവമേ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സൗഹൃദം. ഇതിനി എങ്ങനെയായി തീരും? കല്യാണം കഴിക്കാൻ അച്ഛനും അമ്മയും ഒരു പെണ്ണിനെ കണ്ടുവച്ചിരിക്കുന്ന ഈ അവസരത്തിൽ മറ്റൊരു പെണ്ണുമായി അടുപ്പമുണ്ടാകുന്നത് ശരിയാണോ? അന്ന് തന്നെ രവിശങ്കറിന് പത്രം ഓഫീസിൽ ഒരു ടെലിഫോൺ കോൾ വന്നു. അയാളുടെ അമ്മയുടേതായിരുന്നു അത്. രവി, നാളെ നിന്റെ ഓഫ് ഡേ അല്ലേ? രാജമ്മ ടീച്ചർ ചോദിച്ചു. അതെ അമ്മേ. ഒരു ദിവസം കൂടെ ലീവ് എടുത്ത് നീ വരില്ലേ? എന്തിനാണമ്മേ ലീവ് എടുക്കുന്നത്? ഇത് മകരമാസമല്ലേ, മറ്റന്നാൾ തൃക്കേട്ടയാണ്. രവിശങ്കറിന് അപ്പോഴാണ് അക്കാര്യം ഓർമ്മ വന്നത്. അച്ഛന്റെ പിറന്നാൾ എത്രാമത്തേതാണ്? അയാൾ കണക്ക് കൂട്ടി നോക്കി. അച്ഛൻ റിട്ടയർഡ് ചെയ്തിട്ട് 3 വർഷമാകുന്നു. അപ്പോൾ 58ാമത്തെ പിറന്നാളാണ്. ഒരു ദിവസത്തിന് പകരം 2 ദിവസത്തെ ലീവ് എടുത്ത് അയാൾ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോയി. അച്ഛന് കൊടുക്കാൻ ഒരു ഷർട്ടും കസവും മുണ്ടും വാങ്ങി. രാവിലെ 3 പേരും കൂടി അമ്പലത്തിൽ പോയി. ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ. അമ്മയുടെ സ്കൂളിൽ നിന്ന് നളിനി ടീച്ചർക്ക് ക്ഷണമുണ്ടായിരുന്നു. നളിനി ടീച്ചർ രവിശങ്കറെ വീട്ടിലേക്ക് വിളിച്ചു. സ്റ്റഡി ലീവിന് ശാലിനി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അവർ സൂചിപ്പിച്ചത് കാരണം അയാൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു. പിറ്റേ ദിവസം രാജമ്മ ടീച്ചർ സ്കൂളിലേക്ക് പോയപ്പോൾ രവിശങ്കർ അച്ഛനെ ബൈക്കിന് പിന്നിൽ ഇരുത്തി തറവാട്ടിലേക്ക് പോയി. 1.5 മണിക്കൂർ യാത്ര. ഉച്ചവരെ രവിശങ്കർ തന്റെ പവിഴ കൊട്ടാരത്തിൽ ചെലവഴിച്ചു. കാര്യസ്ഥൻ ആഴ്ചയിൽ ഒരിക്കൽ കൊട്ടാരം തൂത്തു തുടപ്പിച്ച് വൃത്തിയാക്കി ഇടുമായിരുന്നു. മുഖം നോക്കാവുന്നത്ര മിനുസമുള്ള തറ, പോളിഷ് ചെയ്ത മരക്കോവണി, മച്ചും കൊത്തുപണികളും ഇടനാഴികളും ഒക്കെയുള്ള മാളിക. തറവാട്ടിലേക്ക് പോകും വഴി ഒരു നഴ്സറിയിൽ നിന്ന് നീർമാതളത്തിന്റെ ഒരു തൈ രവിശങ്കറിന് കിട്ടി. അയാൾ അത് കുളക്കരയിൽ നട്ടു. ഓരോ തവണ ചെല്ലുമ്പോഴും രവിശങ്കർ എന്തെങ്കിലും ഒരു പുതിയ ഫലവൃക്ഷത്തിന്റെ തൈ വിശാലമായ പറമ്പിൽ സ്ഥല സൗകര്യമുള്ള ഭാഗത്ത് നടും. ഒട്ടുമാവ്, പനിനീർ ചാമ്പ, പേര, സപ്പോട്ട, ചെറി, മാംഗോസ്റ്റീവ്, നെല്ലി, ഞാവൽ. പറമ്പിൽ ഒരു വലിയ കുളമുണ്ട്. നിറയെ ആമ്പലും താമരയുമുണ്ട്. അതിൽ പലതരം മത്സ്യങ്ങളുമുണ്ട്. 4-ാം ദിവസമാണ് രവിശങ്കർ താമസ സ്ഥലത്ത് മടങ്ങിയെത്തിയത്. ആരാ രവിശങ്കറെ ഈ ബെറ്റി ഫെർണാണ്ടസ്? അയാൾ പത്രം ഓഫീസിലെത്തിയപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ ജയമ ചോദിച്ചു. എന്തേ ചേച്ചി, പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ആ കുട്ടി ഇന്നലെ മെനഞ്ഞാന്നും കുറഞ്ഞത് 1 ഡസൻ വിളിയെങ്കിലും വിളിച്ചു കാണും. രവിശങ്കർ വന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തളർന്നുപോയി. ജയമ കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്താണ് കാര്യമെന്ന് അവൾ പറഞ്ഞോ? അയാൾ ചോദിച്ചു. ഇല്ല, എനിക്ക് തോന്നുന്നത് ഇതേതോ കടുത്ത രോഗമാണെന്നാ. രവിശങ്കർ ജാള്യത്തോടെ ചിരിച്ചു. ജയമ്മ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഉടനെ ബെറ്റിക്ക് ഫോൺ ചെയ്യേണ്ടെന്ന് രവിശങ്കർ തീരുമാനിച്ചു. 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ജയമ്മ ഡ്യൂട്ടി കഴിഞ്ഞു പോകും. ജയമ്മയുടെ സഹായമില്ലാതെ അപ്പോൾ ബെറ്റിയെ വിളിക്കാം. ചായ കുടിച്ചിട്ട് പണി തുടങ്ങാമെന്ന് വിചാരിച്ച് രവിശങ്കർ ക്യാൻറ്റീനിലേക്ക് ചെന്നു. വലത് കൈയിൽ ചായയും ഇടത് കൈയിൽ എരിയുന്ന സിഗരറ്റുമായി തോമസ് പോൾ അവിടെ തനിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചായയോടൊപ്പം സിഗരറ്റാണോ തോമാച്ചായ ഭക്ഷിക്കുന്നത്? അടുത്തുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് രവിശങ്കർ ചോദിച്ചു. ആ തമാശ അവഗണിച്ചുകൊണ്ട് അയാൾ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ രവിശങ്കറെ ഉറ്റുനോക്കി. എടോ, താനൊരു പെണ്ണിനെയും കൊണ്ട് ഇവിടൊക്കെ ചെത്തി നടന്നിട്ട് എന്ന് വിവരം കിട്ടിയല്ലോ, നേരാണോ അത്? തോമസ് ചോദിച്ചു. എല്ലാ വചനം പറഞ്ഞ് ഈ ഉള്ളവനെ കൊതിപ്പിക്കാതെ തോമച്ചായ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ അങ്ങനൊന്നും നടന്നിട്ടില്ല. പിന്നാണോ അന്തസ്സുള്ളൊരു പത്രപ്രവർത്തകനായ ഞാൻ? തോമസ് ഇടത് കൈയെടുത്ത് വിലക്കി. താൻ അധികം വാചകമൊന്നും അടിക്കണ്ട. ആരാവൾ? 2 തവണ അവൾ ഇവിടെ തന്നെ കാണാൻ വന്നെന്നറിഞ്ഞു. കാണാൻ സുന്ദരിയാണെന്നാ പ്രാദേശിക ലേഖകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രവിശങ്കർ പൊട്ടിച്ചിരിച്ചു. ഓ, ബെറ്റിയുടെ കാര്യമാണോ തോമച്ചായൻ പറയുന്നത്? ഞാൻ ഇവിടെ പരിചയപ്പെട്ട കുട്ടിയവൾ. ഇവിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നു. മുഴുവൻ പേര് ബെറ്റി ഫെർണാണ്ടസ്. ക്രിസ്ത്യാനി അല്ലേ? എന്നാൽ താൻ വിട്ടേക്ക്, അധികം വൈകാതെ അവൾ തന്നെ തഴയും. എടോ ക്രിസ്ത്യാനി, താൻ തന്നെ ഇങ്ങനെ പറയണം. ഞങ്ങൾ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന ജനവിഭാഗമാണോ? പ്രേമത്തിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല.
ആ നേരം കൊണ്ട് അവൾ 4 എയർ ടിക്കറ്റ് കൂടുതൽ വിൽക്കാൻ നോക്കും. ഞാനാണേൽ ഒരു ഫീച്ചർ എഴുതും. എന്റെ അപ്പനാണേല് 10 റബ്ബറിന് വളമിടും, തോമസ് പറഞ്ഞു. രവിശങ്കർ ചിരിച്ചുപോയി. എന്നാൽ ഇത് പ്രേമമൊന്നുമല്ല തോമാച്ച. ബെറ്റിയെ പരിചയപ്പെടാനുണ്ടായ സാഹചര്യം അയാൾ ചുരുക്കത്തിൽ തോമസിനോട് പറഞ്ഞു. തോമസ് ആശ്ചര്യത്തോടെയാണ് അത് കേട്ടത്. എടോ രവി, തന്നോട് എനിക്ക് അസൂയ തോന്നുന്നു. ഇതുപോലെ രസകരമായൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. താൻ അനുഭവിച്ച ത്രില്ല് എനിക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, തോമസ് പറഞ്ഞു. ശരിയാ, കവിളത്ത് പെണ്ണുങ്ങൾ തല്ലുന്നത് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസാ, വിപരീതാർത്ഥത്തിൽ രവിശങ്കർ പറഞ്ഞു. തോമസ് ഹൃദയം തുറന്നു ചിരിച്ചു. രവിശങ്കർ ക്യാൻറ്റീനിൽ നിന്ന് ചെന്നപ്പോഴേക്കും ജയമ്മ ഡ്യൂട്ടി കഴിഞ്ഞു പോയിരുന്നു. അയാൾ അപ്പോൾ തന്നെ ബെറ്റിക്ക് ഫോൺ ചെയ്തു. ബെറ്റിയാണ് റിസീവർ എടുത്തത്. താരയല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അയാൾ സംസാരിക്കാൻ തുടങ്ങിയത്. മിസ്റ്റർ രവിശങ്കർ സ്പീക്കിംഗ്. എവിടായിരുന്നു രവി 2-3 ദിവസം? ഞാൻ ഓഫീസിലേക്കും വീട്ടിലേക്കും പലതവണ ഫോൺ ചെയ്തായിരുന്നു, അവൾ ഉത്കണ്ഠയോടെ പറഞ്ഞു. വീട്ടിലൊന്ന് പോയിരുന്നു ബെറ്റി. അച്ഛന്റെ ജന്മദിനമായിരുന്നു. പിന്നെ തറവാട്ടിൽ ഒന്ന് പോയി. ആരുണ്ട് തറവാട്ടിൽ? ആരുമില്ല. കാര്യസ്ഥൻ അച്യുതൻ നായർ എന്നും വന്ന് നോക്കും. എന്തേ പലതവണ എന്നെ വിളിച്ചെന്ന് പറഞ്ഞത്? അത്യാവശ്യം വല്ലതും ഉണ്ടായോ? അയാൾ ചോദിച്ചു. ഇല്ല, പക്ഷെ ഒരു തമാശയുണ്ടായി. എന്ത് തമാശ? എനിക്കൊരു കല്യാണാലോചന. പയ്യൻസ് എറണാകുളത്ത് ബിസിനസ് ചെയ്യുന്നു. കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെയുള്ള കുടുംബമാ. പുള്ളിയുടെ വകയിലൊരച്ഛൻ ബിഷപ്പുമാ. അവർ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. എന്നത്തേക്കായിരിക്കും എറണാകുളത്തേക്കുള്ള കുടിയേറ്റം? രവിശങ്കർ ചോദിച്ചു. അതിന് ഞാൻ അയാളെ കെട്ടിയിട്ട് വേണ്ട രവിശങ്കറെ. എനിക്ക് ബിസിനസ്സുകാരെ ഒട്ടും പിടുത്തമല്ല. ലാഭവും നഷ്ടവും നോക്കിയേ അവർ സ്നേഹിക്കുക പോലും ഉള്ളൂ. ആ ധാരണ തെറ്റാണ് ബെറ്റി. സ്നേഹസമ്പന്നനായ ഒരുപാട് ബിസിനസ്സുകാരെ എനിക്കറിയാം, അയാൾ പറഞ്ഞു. എന്തായാലും എനിക്ക് വേണ്ട. ഞാനത് പപ്പയോട് പറഞ്ഞു. പപ്പയും മമ്മിയും മെനഞ്ഞാന്ന് വന്നിരുന്നു. അപ്പോഴാ ഈ ആലോചനയുടെ കാര്യം പറഞ്ഞത്. കന്യാസ്ത്രീകളുടെയും അച്ഛന്മാരുടെയും ബിഷപ്പിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ മമ്മിക്ക് വലിയ ആശ. ഭക്തിയുടെ ലൈനാ മമ്മിയുടേത്. എന്തിനാ വെറുതെ മമ്മിയെ നിരാശപ്പെടുത്തുന്നേ? തമാശ എന്താണെന്ന് ഞാനിതുവരെ പറഞ്ഞില്ലല്ലോ രവി. എനിക്ക് വേണ്ട ആളിനെ ഞാൻ കണ്ടുപിടിച്ചോളാമെന്ന് പപ്പയോട് ഞാൻ പറഞ്ഞു. പപ്പയ്ക്ക് എന്നെ വലിയ കാര്യമാ. പപ്പ പഴഞ്ചൻ മനസ്ഥിതിക്കാരനല്ല, പുരോഗമനപരമായ ആശയങ്ങളുള്ള ആളുമാ. അതുകൊണ്ട് എനിക്ക് എന്തു വേണമെങ്കിലും പപ്പയോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് പപ്പ എന്തു പറഞ്ഞു? അതാ രസം. പപ്പ പറയുക, നിനക്കിഷ്ടമുള്ള ആളെ കണ്ടുപിടിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും അന്തസ്സുള്ള ജോലി അയാൾക്കുണ്ടായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ മമ്മി എന്തു പറഞ്ഞു? മമ്മിയുടെ വക ഒരു നിർദ്ദേശം കൂടി. അവൻ കുടുംബത്തിൽ പിറന്ന ക്രിസ്ത്യാനി ആയിരിക്കണം. ബെറ്റിയുടെ മമ്മിക്ക് മാത്രമേ ബോധമുള്ളൂ, രവിശങ്കർ പറഞ്ഞു. പയ്യൻ ഹിന്ദുവോ മുസ്ലിമോ ആണെങ്കിൽ കെട്ടാൻ സമ്മതിക്കുമോ എന്ന് പപ്പയോട് ഞാൻ അപ്പോൾ ചോദിച്ചു. പപ്പ എന്തു പറഞ്ഞു? നിന്നെ സ്നേഹിക്കുന്നവനാണ് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ജാതിയും മതവും ഒന്നും ഒരു തടസ്സമാവില്ല മോളെ എന്നാണ് പപ്പ പറഞ്ഞത്. ബെറ്റിയുടെ പപ്പയാണ് യഥാർത്ഥ പപ്പ, അയാൾ പറഞ്ഞു. ഇത്രയും തമാശ. ഇനി രവിശങ്കറെ, എനിക്ക് ഗൗരവമുള്ളൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഫോണിലൂടെയല്ല ഇത് ചോദിക്കേണ്ടത്. എങ്കിലും എന്തായാലും ചോദിച്ചോളൂ, മടിക്കണ്ട. ചോദിക്കാം. പന്തളത്തുകാരൻ നായരുവയ്യ, പാലക്കാരി നസ്രാണി പെണ്ണിനെ കെട്ടാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? രവിശങ്കർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത്. തമാശയല്ല. അവൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലായെങ്കിലും അത് ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ അയാൾക്ക് പ്രയാസം അനുഭവപ്പെട്ടു. എന്താണൊന്നും പറയാത്തത്? ബെറ്റി ചോദിച്ചു. ഉത്തരം നേരിൽ കണ്ട് പറയാനാണ് എനിക്കിഷ്ടം. തൽക്കാലം തടി തപ്പാനായി അയാൾ പറഞ്ഞു. നാളെ ആയാലോ? അവൾ ചോദിച്ചു. ശരി, നാളെ. ബെറ്റി ഫോൺ വെച്ചു. അല്പനേരം കൂടി സംസാരിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ ഗേറ്റ് കടന്ന് ജോസിച്ചായന്റെ കാറ് വരുന്ന ഒച്ച കേട്ടുകൊണ്ടാണ് അവൾ സംസാരം നിർത്തിയത്. താര ചേച്ചിയെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുകയായിരുന്നു ജോസിച്ചായൻ. പപ്പയും മമ്മിയും വന്നിട്ട് പോയതിന്റെ അന്ന് രാത്രി ബെറ്റിയെ കൊണ്ട് താര ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ജോസിച്ചായൻ TV-യിൽ ഇംഗ്ലീഷ് വാർത്ത കേൾക്കുകയായിരുന്നു. അപ്പോൾ, മോളെ, നീ ഇന്ന് പപ്പയോട് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ അതോ? അങ്ങനെയാണ് താര തുടക്കമിട്ടത്. സീരിയസ് ആണോന്ന് ചോദിച്ചാൽ അല്ലെന്നോ അതേ എന്നോ പറഞ്ഞാൽ ശരിയാവില്ല ചേച്ചി, അവൾ എങ്ങും തൊടാതെ പറഞ്ഞു. നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ ബെറ്റി? അപ്പോൾ വളച്ചു കെട്ടാതെ താര നേരെ അങ്ങ് ചോദിച്ചു. ബോയ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല,
പക്ഷേ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ സമ്മതിച്ചു. ഹൂ ഈസ് ഹി? രവിശങ്കർ എന്നാണ് പേര്. ജേർണലിസ്റ്റ് ആണ്, സബ് എഡിറ്റർ. അവർ തമ്മിൽ കണ്ടുമുട്ടാനുണ്ടായ സാഹചര്യം ഒഴിച്ച് അയാളെക്കുറിച്ച് അറിയാവുന്നതെല്ലാം അവൾ താരയോട് പറഞ്ഞു. ഡസ് ഹി ലവ് യു? താര ചോദിച്ചു. എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, പക്ഷേ ഞങ്ങൾ ആ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല, ബെറ്റി പറഞ്ഞു. മോളെ, യു ഷുഡ് ബി കെയർഫുൾ. ഒരു പുരുഷനെ സ്നേഹിക്കുക എന്നതൊരു അപരാധമല്ല. പക്ഷെ നീ ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കുമ്പോൾ നീ ഒരു ലവ് അഫെയറിൽ ഇൻവോൾവ് ആയാൽ എനിക്കും ജോസിനും അതിലൊരു കൈ കാണുമെന്ന് എല്ലാരും വിചാരിക്കൂ, എസ്പെഷ്യലി വെൻ എ മാൻ ഈസ് എ ഹിന്ദു. താരചേച്ചിയുടെയും ജോസിച്ചായന്റെയും പ്രേമ വിവാഹമായിരുന്നു. താരചേച്ചി ഹിന്ദുവുമാണ്. ബെറ്റി ഒന്നും പറയാതെ തലകുനിച്ചിരുന്നതേ ഉള്ളൂ. താരച്ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്, പക്ഷേ ജോസിച്ചായനോട് പറയുമോ അത്? ബെറ്റി ചോദിച്ചു. പറയാതിരിക്കുന്നത് എന്തിനാ? താരയ്ക്ക് സംശയമില്ലായിരുന്നു. അന്ന് തന്നെ താരച്ചേച്ചി എല്ലാം ജോസിച്ചായനോട് പറഞ്ഞു. ജോസിച്ചായൻ അത് നിസ്സാരമായി എടുത്തില്ല. ജോസിച്ചായന് തോമസ് പോൾ എന്നൊരു ഫ്രണ്ട് ഉണ്ട് പത്രം ഓഫീസിൽ. പിറ്റേ ദിവസം ജോസിച്ചായൻ രവിശങ്കറെ കുറിച്ച് തോമസ് പോളിനോട് ചോദിച്ചു. രവിശങ്കറെ കുറിച്ച് തിളക്കമുള്ളൊരു ചിത്രമാണ് തോമസ് പോളിൽ നിന്ന് ജോസിച്ചായന് കിട്ടിയത്. ജോസിച്ചായൻ അതേക്കുറിച്ചെല്ലാം താരചേച്ചിയോട് സംസാരിക്കുന്നത് ബെറ്റി കേട്ടു. അവസാനം പ്രശ്നമാകുമോ ജോസേ? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നീ ആ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ അന്വേഷിച്ചെന്നേ ഉള്ളൂ. ബെറ്റിയുടെ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹമൊന്നും കാണത്തില്ല. അവളെ എനിക്കറിയില്ലേ. പപ്പയുടെ മനസ്സറിയാൻ അവൾ വെറുതെ ഒരു നമ്പർ ഇട്ടതല്ലേ. ദേ മേ ബി ഫ്രണ്ട്സ്. പക്ഷേ അതിൽ കവിഞ്ഞ് എന്തെങ്കിലും. പെണ്ണിന്റെ മനസ്സ് ജോസിനറിയില്ല, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്, താര പറഞ്ഞു. അത് ശരിയാ. ഇത്രയും നാൾ നീ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, അയാൾ കളിയാക്കി. അവൾ ചിരിച്ചു. അന്നും അതിന്റെ പിറ്റേ ദിവസവുമാണ് പെറ്റി പലവട്ടം രവിശങ്കറിന് ഫോൺ ചെയ്തതും അയാളെ കിട്ടാഞ്ഞതും. പതിവ് പോലെ അടുത്ത ദിവസം വൈകുന്നേരം രവിശങ്കർ ബെറ്റിയെ കാണാൻ ചെന്നു. അവൾ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പുറത്ത് അവളെ കാത്ത് അയാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് അവൾക്ക് അത്ഭുതമായി. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഞാൻ. അത് സാരമില്ല, നമുക്കല്പം നടക്കാം, അയാൾ പറഞ്ഞു. തിരക്കുള്ള നിരത്തിന്റെ ഓരത്തുകൂടി അവർ നിശബ്ദരായി നടന്നു. ചോദിക്കാൻ ബെറ്റിക്കും പറയുവാൻ രവിശങ്കറിനും പലതും മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇരുവർക്കും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ ബെറ്റി നിന്നു. ദാ അവിടെ സിമെന്റ് ബെഞ്ചുണ്ട്, നമുക്കവിടെ ഇരിക്കാം, അവൾ പറഞ്ഞു. പള്ളിമുറ്റത്തിന്റെ ഒരു അരികിൽ കൊന്ന മരത്തിന്റെ ചുവട്ടിലുള്ള ബെഞ്ചിൽ അവർ ഇരുന്നു. ഫോണിൽ ചോദിച്ചാൽ ചോദ്യം ഉണ്ടല്ലോ, അത് തമാശയല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ? രവിശങ്കർ ചോദിച്ചു. ഇതേ ചോദ്യം കുറെ ദിവസം മുമ്പ് രവി എന്നോട് ചോദിച്ചില്ലേ? അത് തമാശയായിരുന്നോ? എന്നെ പോലെയാണോ ബെറ്റി? എന്റെ ആഗ്രഹങ്ങൾക്ക് ഇതുവരെ ഒരെതിർപ്പും വീട്ടിൽ നിന്നുണ്ടായിട്ടില്ല. പക്ഷെ ബെറ്റിയുടെ പപ്പ, മമ്മി, ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ് മമ്മി ജനിച്ചു വളർന്നത്. അതിന്റെ സ്വാധീനം മമ്മിയുടെ സ്വഭാവത്തിലുണ്ട്. പക്ഷെ എന്റെ പപ്പയുണ്ടല്ലോ, പപ്പയെ പറ്റി ഞാൻ രവിയോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. എന്താണത്? പപ്പയും രവിയെ പോലൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബോംബെ ഓഫീസിൽ മൊത്തം 17 വർഷം. 4 വർഷം അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു. അക്കാലത്താണ് ബോംബെ വിട്ടത്. എന്തേ പോന്നത്? കാരണങ്ങൾ 2 ഉണ്ടായിരുന്നു. ഒന്ന്, പപ്പയുടെ അപ്പന്റെ മരണം. കൃഷിയും വീട്ടുകാര്യങ്ങളും നോക്കാൻ കുടുംബത്തിൽ വേറെ ആണുങ്ങളില്ലായിരുന്നു. 2ാമത്തെ കാരണം മാനേജ്മെന്റുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മ. എന്തോ ഓർത്തതുപോലെ ബെറ്റി ഹാൻഡ് ബാഗ് തുറന്ന് 2 ചോക്ലേറ്റ് എടുത്തു. ഒരെണ്ണം അയാൾ രവിശങ്കറിന് കൊടുത്തു. രവിക്കറിയാമോ, ജോസിച്ചായന്റെയും താരചേച്ചിയുടെയും ലവ് മാരേജ് ആയിരുന്നു. താരചേച്ചിയാണെങ്കിൽ ഗുരുവായൂർകാരി മേനോൻകുട്ടിയും. പപ്പ ഒരേ ഒരാളിന്റെ സന്മനസ്സുകൊണ്ടാണത് നടന്നത്. പപ്പയെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ ഇനി പറയണ്ടല്ലോ. രവിശങ്കർ അല്പനേരം ഒന്നും മിണ്ടിയില്ല. ചോക്ലേറ്റ് പൊളിക്കാതെ അയാൾ കയ്യിലിട്ട് തിരിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അയാൾ മുഖമുയർത്തി ബെറ്റിയെ നോക്കി. ബെറ്റിക്കറിയാമല്ലോ, അച്ഛന്റെ അമ്മയുടെയും ഏക സന്താനമാണ് ഞാൻ. അവരുടെ ഏക സ്വപ്നം, അവരുടെ ആകാശത്തിലെ ഏക നക്ഷത്രം, അയാൾ പറഞ്ഞു. എല്ലാം അറിയാമെന്ന മട്ടിൽ അവൾ പുഞ്ചിരിച്ചു. ഞാൻ കല്യാണം കഴിച്ച് കാണാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ ചില ആലോചനകളൊക്കെ നടത്തുന്നുമുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു എന്നറിയുമ്പോൾ എന്നെക്കാൾ ആഹ്ലാദിക്കുന്നത് അവരായിരിക്കും. ബെറ്റി ഒന്നും പറയാതെ അയാളെ നോക്കിയിരുന്നു. ആ പെൺകുട്ടിയെ ഞാൻ ബെറ്റിയിൽ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, അയാൾ ആർദ്രതയോടെ പറഞ്ഞു. പൊടുന്നനെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ ബെറ്റി?
ഇയാൾക്ക് മനസ്സിലായില്ലേ? ഒന്നുമില്ല രവി, സന്തോഷം കൊണ്ടാണ്. അവൾ കർച്ചീഫ് എടുത്തു. ഏറെ നേരം അവൾ ഒന്നും പറയാതെ അന്യോന്യം കണ്ണുകളിൽ നോക്കിയിരുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇരുവരും മറ്റേ ആളിന്റെ മനസ്സിലുള്ളതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ പോട്ടെ രവി, ഒടുവിൽ അവൾ ചോദിച്ചു. ഞാൻ ബെറ്റിയെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണോ? വേണ്ട, പക്ഷേ രവി ഒരു ദിവസം വരണം. ജോസിച്ചായനെയും താര ചേച്ചിയും പരിചയപ്പെടണം. അടുത്ത സൺഡേ ഞാൻ വന്നാലോ? അയാൾ ചോദിച്ചു. അത് മതി, എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ അറിയിക്കാം. നിറഞ്ഞ മനസ്സോടെയാണ് അവൾ വീട്ടിലേക്ക് പോയത്. ഞായറാഴ്ചയാവാൻ അവൾ കാത്തിരുന്നു. അയാളും വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റിന്റെ ചാരം ജോസ് ആഷ്ട്രയിലേക്ക് പതിയെ തട്ടിയിട്ടു. വേഗത്തിൽ കറങ്ങുന്ന ഫാനിന്റെ കാറ്റിൽ അയാളുടെ മുടി ഇളകി പറക്കുന്നുണ്ടായിരുന്നു. ബെറ്റിയുടെ സഹോദരൻ എന്നതിലേറെ നല്ലൊരു സുഹൃത്തിനോടുള്ള അടുപ്പമാണ് അയാളോട് രവിശങ്കറിന് തോന്നിയത്. താര കൊണ്ടുവന്ന് വെച്ച ലൈം ജ്യൂസ് കുടിച്ചുകൊണ്ട് ഇരുവരും ദീർഘമായി സംസാരിച്ചു. പത്രപ്രവർത്തനത്തെക്കുറിച്ച്, കോളേജ് അധ്യാപനത്തെക്കുറിച്ച്, വായനയെക്കുറിച്ച്, തകരുന്ന മൂല്യങ്ങളെക്കുറിച്ച്. ഒടുവിലാണ് ജോസ് കാര്യത്തിലേക്ക് കടന്നത്. രവിശങ്കറെ കുറിച്ച് ബെറ്റ് ചിലതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്നു ചോദിക്കുന്നതിൽ തെറ്റ് കാണരുത്. നിങ്ങൾ തമ്മിലുള്ള അഫെയർ സാധാരണ ഫ്രണ്ട്ഷിപ്പിലും കവിഞ്ഞ ഒന്നാണോ? തുറന്നു സംസാരിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. ഞാനും ബെറ്റിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പ് അല്ല. എനിക്ക് ബെറ്റിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട്, രവിശങ്കർ പറഞ്ഞു. പ്രേമവിവാഹത്തിന് എതിരല്ല ഞാൻ. പ്രേമത്തിന്റെ ഇരയായവനാണ് ഞാനും, ചിരിച്ചുകൊണ്ട് ജോസ് പറഞ്ഞു. ഒരുപക്ഷേ ബെറ്റിയുടെ ധൈര്യവും അതുതന്നെയാവും. താരയും ബെറ്റിയും അകത്ത് കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. എങ്കിലും ഇടയ്ക്ക് അവർ വന്ന് എത്തി നോക്കാതിരുന്നില്ല. ജോസിച്ചായനും രവിശങ്കറും സൗഹൃദത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ബെറ്റിയുടെ ഉള്ളം കുളിർത്തു. ഞായറാഴ്ച ആയതിനാൽ രാവിലെ പള്ളിയിൽ പോക്കും മറ്റ് ജോലികളും ഉള്ളതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് വരുന്നതായിരിക്കും സൗകര്യമെന്ന് പറഞ്ഞതുകൊണ്ട് 2 മണിയായപ്പോഴാണ് രവിശങ്കർ വന്നത്. അച്ഛനും അമ്മയും ഇക്കാര്യം അറിഞ്ഞോ? ജോസ് ചോദിച്ചു. ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരോട് ആലോചിക്കൂ. അവരുടെ സമ്മതമില്ലാതെ രവി ബെറ്റിയെ കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേപ്പറ്റി സംസാരിക്കാം. അവർ തടസ്സം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരോട് ഇതേപ്പറ്റി ആലോചിക്കുകയും ഒടുവിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടാവുകയും ചെയ്താൽ എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അവർ വിഷമിക്കുകയും ചെയ്യും, രവിശങ്കർ പറഞ്ഞു. അതിനൊരു കാര്യം ചെയ്യാം. ഞാൻ അധികം വൈകാതെ പപ്പയെ കാണാം. ഇക്കാര്യം പപ്പയുമായി സംസാരിക്കാം. വീട്ടിലെല്ലാവരും അനുകൂലിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് മതി. അതിനുശേഷം ഞാൻ വീട്ടിൽ ഇക്കാര്യം അവതരിപ്പിക്കാം. എന്തു വന്നാലും ജോസ് സഹായത്തിനുണ്ടാകുമെന്ന് രവിശങ്കറിന് ഉറപ്പായി. സാമാന്യ എതിർപ്പുണ്ടായാൽ പോലും ബെറ്റിയെ സ്വന്തമാക്കണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ല. ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി കാപ്പി കുടിച്ച് സന്തോഷത്തോടെയാണ് രവിശങ്കർ അന്ന് ബെറ്റിയുടെ വീട്ടിൽ നിന്ന് മടങ്ങിയത്. തിരിച്ചു പോരുമ്പോൾ ബെറ്റി ഗേറ്റ് വരെ അയാളെ അനുഗമിച്ചു. എന്തു പറഞ്ഞു ജോസിച്ചായൻ? അവൾ ചോദിച്ചു. അത്ര നിർബന്ധമാണെങ്കിൽ പെങ്ങളെ കെട്ടിച്ചു തരാമെന്ന് ഔദാര്യത്തോടെ പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. വരാന്തയിൽ നിന്നുകൊണ്ട് താരച്ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നാവിൽ തോന്നിയത് രവിശങ്കറിനോട് പറഞ്ഞില്ല. തിരക്ക് പിടിച്ച് തീരുമാനമൊന്നും എടുക്കണ്ട എന്നാണ് ജോസിന്റെ അഭിപ്രായം. രവി എന്തു പറഞ്ഞു? അവൾ ചോദിച്ചു. എന്തിനാ ധൃതി വെക്കുന്നത്? നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്, അയാൾ പറഞ്ഞു. അത് നേരാണ്. ഇടയ്ക്ക് ഏതെങ്കിലും ബെഞ്ചമിൻ ചാടി വീഴാതിരുന്നാൽ മതിയായിരുന്നു. എനിക്കിപ്പോ അയാളോട് പഴയ ദേഷ്യമൊന്നുമില്ല. അന്ന് രവി പറഞ്ഞതുപോലെ അയാളില്ലായിരുന്നെങ്കിൽ ഈ രവിശങ്കറിനെ ഞാൻ കണ്ടുമുട്ടുകയില്ലായിരുന്നല്ലോ, അവൾ പറഞ്ഞു. ഇനി കാണുമ്പോൾ നമുക്ക് അയാളെ ഒന്ന് സൽക്കരിക്കണം, രവിശങ്കർ പറഞ്ഞു. അതൊന്നും വേണ്ട, അയാളെ അയാളുടെ പാട്ടിന് വിട്ടേച്ചാ മതി. അന്ന് വൈകുന്നേരം പത്രം ഓഫീസിൽ ചെന്നപ്പോൾ തോമസ് പോൾ അയാളെ വിളിപ്പിച്ചു. തോമസ് നല്ല മൂഡിലായിരുന്നു. ഇരിയടോ, പഴയ പോലെ തന്നെ ഇപ്പം കിട്ടുന്നില്ലല്ലോ. ഈയിടെയായി ശരിക്കും ബിസിയല്ലേ? പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലാത്ത എന്നെ പോലുള്ളവർക്ക് എന്ത് ബിസിയാ തോമച്ചാ? രവിശങ്കർ ചോദിച്ചു. അത് കള, എന്നും തനിക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഇന്നത്തെ കാര്യം തന്നെ പറയാം. താൻ ഇപ്പോൾ ജോസ് ഫെർണാണ്ടസിന്റെ വീട്ടിൽ പോയിട്ട് വരികയല്ലേ? തോമസ് ചോദിച്ചു. രവിശങ്കറിന് അത്ഭുതമായി. ആരോടും പറയാത്ത കാര്യമാണിത്. പിന്നെങ്ങനെ? ആര് പറഞ്ഞു തോമച്ചായ? പത്രപ്രവർത്തനാകും മുമ്പ് കുറെ കാലം ഞാൻ കൽക്കട്ടയിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി ജോലി ചെയ്തിട്ടുണ്ട്. അതെനിക്കറിയില്ലല്ലോ. കളയൂ തോമച്ച, എങ്ങനെ അറിഞ്ഞു ഇക്കാര്യം? അപ്പോഴാണ് തോമസ് അതെല്ലാം വെളിപ്പെടുത്തിയത്. എടോ, താൻ ബെറ്റിയെ കുറിച്ച് എന്നോട് പറയുന്നതിന് മുമ്പേ സംഗതി ഞാൻ അറിഞ്ഞിരുന്നു. ജോസ് എന്റെ ഒരു സുഹൃത്താണ്.
തന്നെ കുറിച്ച് അവൾ ചെന്ന് പറഞ്ഞപ്പോൾ ജോസ് എന്നെയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത്. തന്നെ കുറിച്ച് എനിക്കറിയാവുന്ന സകല ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു. പെങ്ങൾക്ക് വേറെ ആളെ അന്വേഷിക്കണ്ടെന്ന് അപ്പൊ തന്നെ ജോസ് തീരുമാനിച്ചു കളഞ്ഞു. താങ്ക് യു തോമാച്ച. അയാൾ തോമസിന്റെ കൈ പിടിച്ചു കുലുക്കി. താങ്ക്സ് മാത്രം പോരാ, ഒരു ബിയർ ചെലവ് ചെയ്യണം, തോമസ് പറഞ്ഞു. ഏറ്റ് തോമാച്ച, എപ്പ വേണോന്ന് പറഞ്ഞാ മതി. ഇനി വേറൊരു ന്യൂസ്, തന്നെ ഇവിടുന്ന് തിരുവനന്തപുരത്തിന് വിടാൻ പോകുന്നു, തോമസ് പറഞ്ഞു. ട്രാൻസ്ഫർ? അമ്പരപ്പോടെ രവിശങ്കർ ചോദിച്ചു. അല്ലല്ല, താനാണ് ഇത്തവണ സന്തോഷ് ട്രോഫി സെമി ഫൈനലും കവർ ചെയ്യുന്നത്. എഡിറ്റോറിയൽ കോൺഫറൻസിൽ തന്റെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. റിയലി? യെസ് മൈ ബോയ്. പോയി ഒരാഴ്ച ഫുട്ബോൾ കണ്ട് രസിക്കേ. തോമസ് പറഞ്ഞതുപോലെ പിറ്റേ ദിവസം രവിശങ്കറിന് ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടി. കഴിഞ്ഞ വർഷം നടന്ന 2 ഫുട്ബോൾ ടൂർണമെന്റുകൾ കവർ ചെയ്തത് രവിശങ്കർ ആയിരുന്നു. ബെറ്റി അതറിഞ്ഞപ്പോൾ അവൾക്ക് സങ്കടമായി. പോയാൽ എന്ന് തിരിച്ചു വരും? അവൾ ചോദിച്ചു. ഒരാഴ്ച കഴിയും. അത്രയും ദിവസം നമ്മൾ എങ്ങനെ കാണാതിരിക്കും? കണ്ടില്ലെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല, രവിശങ്കർ പറഞ്ഞു. ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ സംസാരിക്കൽ ആണുങ്ങൾക്ക് കഴിയൂ, അവൾ പരിഭവിച്ചു. അത് സത്യം, പക്ഷേ കണ്ണിൽ ചോരയില്ലാതെ പ്രവർത്തിക്കാൻ പെണ്ണുങ്ങൾക്ക് കഴിയൂ, അയാൾ പറഞ്ഞു. ചുവന്ന കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കിയതല്ലാതെ അവൾ ഒന്നും പറഞ്ഞില്ല. ആ ആഴ്ചയിൽ അവർ എല്ലാ ദിവസവും കണ്ടു. ഏത് ട്രെയിനിലാണ് രവി തിരുവനന്തപുരത്തേക്ക് പോകുന്നത്? അയാൾ പോകുന്നതിന്റെ തലേ ദിവസം ബെറ്റി ചോദിച്ചു. 11:15 ഐലൻഡ് എക്സ്പ്രസിന്. ഞാൻ സ്റ്റേഷനിൽ വരാം. യാത്ര അയക്കാനോ? കൊള്ളാം, ഞാൻ ദീർഘയാത്രയ്ക്കൊന്നും പോവല്ലോ ബെറ്റി. പക്ഷേ ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് 7 ദിവസം 7 യുഗം പോലെ അനുഭവപ്പെടുമെന്ന് റൊമാൻറ്റിക്കായി പറയണം. എന്ത് പറഞ്ഞാലും രവിക്ക് കളിയാണ്, അവൾ പിണങ്ങി. ശരി, നാളെ വന്നോളൂ, അനുവദിച്ചിരിക്കുന്നു, കീഴടങ്ങുന്നത് പോലെ അയാൾ പറഞ്ഞു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വത്തല്ലയോ? ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ ആർക്കും അവിടെ പ്രവേശനം കിട്ടും. ഇദ്ദേഹത്തിന്റെ അനുവാദമൊന്നും വേണ്ട. ബെറ്റി ശരിക്കും പിണങ്ങിയാണ് പോയത്. പിറ്റേ ദിവസം അവൾ സ്റ്റേഷനിൽ വരുമെന്ന് അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് എന്ന് എഴുതിയിട്ടിരിക്കുന്നു. ബുക്ക് സ്റ്റോളിൽ വാരിക നിന്നിരുന്ന ബെറ്റി അയാളെ കണ്ട് ചിരിയോടെ അടുത്തേക്ക് വന്നു. രവിശങ്കരാ, വണ്ടി 60 മിനിറ്റ് ലേറ്റ് ആണല്ലേ? അതിരിക്കട്ടെ, ബെറ്റി ടിക്കറ്റ് എടുത്തോ? അയാൾ ചോദിച്ചു. തിരുവനന്തപുരത്തിനോ? എന്താ, കളി കാണാൻ വരണോന്നുണ്ടോ? അവൾ ഒന്നും പറയാതെ ഒരു നിമിഷം അയാളെ തന്നെ നോക്കി നിന്നു. അവൾ എന്താ ആലോചിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു പുതിയ പ്രകാശം പരന്നു. രവിയുടെ കൂടെ ഞാനും വന്നാലോ? എന്റെ ഒരു അപ്പാപ്പൻ പൂജപ്പുരയെ താമസിക്കുന്നുണ്ട്. ഒരാഴ്ച എനിക്ക് അവിടെ സുഖമായി കൂടാം, കളിയും കാണാം, അവൾ പറഞ്ഞു. ഐഡിയ കൊള്ളാം, പക്ഷേ എന്റെ കൂടെ വരുന്നത് എങ്ങനാ? വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങണ്ടേ? ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അതുകൊണ്ട് ബെറ്റി നാളെ 1 മണിക്കൂർ കഴിഞ്ഞല്ലേ വണ്ടി വരൂ. രവി ഇവിടെ നിൽക്ക്, ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വേഗം വരാം. അതിനു മുമ്പ് വണ്ടി വന്നാൽ രവി പോയിക്കോ. അതും പറഞ്ഞ് ബെറ്റി വാതിലിന് നേരെ ഓടി. അയാൾ അമ്പരപ്പോടെ അത് നോക്കി നിന്നു. ഇതൊരു വട്ട് കേസ് തന്നെ, അയാൾ തമാശയോട് ഓർത്തു. കൃത്യം 40 മിനിറ്റ് ആയപ്പോൾ തോളിലൊരു എയർ ബാഗും തൂക്കി ബെറ്റി പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ടു. രവിശങ്കർ അവിശ്വാസത്തോടെ അവളെ നോക്കി. ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. പാക്ക് ചെയ്യാൻ വെറും 10 മിനിറ്റേ എടുത്തുള്ളൂ, അവൾ പറഞ്ഞു. ജോസിച്ചായനോട് പറഞ്ഞു? അങ്ങോട്ട് പോയപ്പോൾ ഓഫീസിൽ കയറി ഫോൺ ചെയ്ത് പറഞ്ഞു. ഫുട്ബോൾ മത്സരം കാണാൻ പോവുകയാണെന്നും ഒരു കൂട്ടുകാരി കൂടെ ഉണ്ടെന്നും പൂജപ്പര അപ്പാപ്പന്റെ കൂടെ താമസിച്ചോളാന്നും ഒരാഴ്ച കഴിഞ്ഞേ വരികയുള്ളൂന്നും. രവിശങ്കർ പൊട്ടിച്ചിരിച്ചു. ജോസിച്ചായൻ വിശ്വസിച്ചോ? എന്നെ വലിയ വിശ്വാസമാ ജോസിച്ചായന്, അവൾ പറഞ്ഞു. പെങ്ങൾക്ക് പറ്റിയ ആങ്ങള. ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ ജനാലക്കരികിൽ ബെറ്റിയിരുന്നു. തൊട്ടടുത്ത് രവിശങ്കറും. ദൈവത്തിന് എന്നോട് കരുണയുണ്ട്, അല്ലെങ്കിൽ ട്രെയിൻ ഇന്ന് 1 മണിക്കൂർ ലേറ്റ് ആകുമായിരുന്നോ? ലേറ്റ് ആയില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ രവിയോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നോ? അവൾ ചോദിച്ചു. പക്ഷേ എന്നോടാണെങ്കിൽ ദൈവത്തിന് ഒട്ടും അലിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു വട്ടു പെണ്ണിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുമായിരുന്നോ? കടവുളെ, ജീവിതകാലം മുഴുവൻ ഞാൻ ഇവളെ എങ്ങനെ സഹിക്കും? പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞത്. അയാൾ ശരിക്കും വിഷമിച്ചുപോയി. ബെറ്റി, ഞാൻ വെറുതെ. അയാൾ അവളെ ചേർത്ത് പിടിച്ച് കവിളമർത്തി പുറത്തേക്ക് നോക്കിയിരുന്നു. സങ്കടം ഒഴിഞ്ഞു പോകാൻ അവൾക്ക് അത് മതിയായിരുന്നു. ജനാലയിലൂടെ കണ്ട കാഴ്ചകൾ മനോഹരമായിരുന്നു. വിശാലമായ നെൽപ്പാടങ്ങൾ, വെള്ളമൊഴുകുന്ന തോടുകൾ, കരിമ്പിൻ തോട്ടങ്ങൾ, ആമ്പൽ പുഴകൾ, വിരിഞ്ഞു നിൽക്കുന്ന കുളങ്ങൾ. അപ്പോഴാണ് രവിശങ്കർ തന്റെ പവിഴ കുട്ടാരത്തെക്കുറിച്ച് അവളോട് പറഞ്ഞത്. ബെറ്റി,
നമ്മൾ ഹണിമൂണിന് ഒരു സുഖവാസ കേന്ദ്രത്തിലേക്കും പോകുന്നില്ല. പകരം ഗ്രാമത്തിലുള്ള എന്റെ പവിഴക്കൊട്ടാരത്തിലേക്കായിരിക്കും പ്രസ്തുത സംഭവം നമ്മൾ ആഘോഷിക്കുക. പവിഴക്കൊട്ടാരമോ? അവൾക്ക് മനസ്സിലായില്ല. അച്ഛന്റെ തറവാട്ട് വീടിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേരാണത്. വിശാലമായ പറമ്പിന്റെ നടുവിൽ പഴയ മട്ടിലുള്ള ഒരു വലിയ ഇരുനില മാളികയാണത്. അനേകം മുറികൾ, കോണിപ്പടികൾ, ഇടനാഴികൾ, കിളിവാതിലുകൾ. പടിഞ്ഞാറ് വശത്ത് നോക്കത്താ ദൂരത്തോളം വയലാണ്. നെല്ലും എള്ളും മാറി മാറി കൃഷി ചെയ്യും. നിലാവുള്ളപ്പോൾ പടിഞ്ഞാറെ വരാന്തയിലിരുന്ന് നോക്കിയാൽ മൂടൽ മഞ്ഞിൽ എന്ന പോലെ എള്ളു പൂത്ത വയൽ കാണാം. കാറ്റിൽ എള്ളിൻ പൂവിന്റെ മണം ഉണ്ടാകും. തെക്ക് വശത്ത് ഒരു വലിയ കുളമുണ്ട്. കുളത്തിൽ നിറയെ ആമ്പലും താമരയുമാണ്. താമര വിത്ത് ഞാനാണ് കൊണ്ടുവന്നിട്ടത്. ബെറ്റിക്ക് ഞാൻ ഒരിക്കൽ ആമ്പൽപ്പൂ മാലയുണ്ടാക്കി തരാം. ആമ്പൽപ്പൂവിന്റെ കേസരം തിന്നിട്ടുണ്ടോ നീ? അമൃത് പോലെയാണ്. കഴിഞ്ഞ തവണ ഞാൻ തറവാട്ടിൽ പോയപ്പോൾ ഒരു നീർമാതളത്തായി നട്ടിട്ടുണ്ട്. നമുക്കതിനു ചുറ്റും വേലി കെട്ടണം. കുളത്തിൽ നിറയെ മീനുണ്ട്. എന്തെല്ലാം മീനുകളാണെന്നോ! ബെറ്റി അതെല്ലാം കേട്ട് വിസ്മയത്തോടെ ഇരുന്നു. തന്റെ അമൂല്യമായ കളിപ്പാട്ട ശേഖരം കൂട്ടുകാരിക്ക് കാണിച്ചു കൊടുക്കുന്ന കുട്ടിയെപ്പോലെയായിരുന്നു അയാളപ്പോൾ. കണ്ടിട്ടില്ലാത്ത ആ പവിഴ കൊട്ടാരം അവൾ മനസ്സിൽ വരച്ചെടുത്തു. കേട്ടിട്ടില്ലാത്ത കിളിയൊച്ചകളും അനുഭവിച്ചിട്ടില്ലാത്ത പുഷ്പഗന്ധങ്ങളും അവൾ ഭാവനയിലൂടെ അറിഞ്ഞു. ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ മണി 4. ബാഗുകളുമായി അവർ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. സായാഹ്ന വെയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു നഗരം. പൂജപ്പുരയ്ക്ക് ബെറ്റി തനിച്ചു പോകുന്നോ അതോ ഞാൻ കൊണ്ടുവന്ന് വിടണോ? രവിശങ്കർ ചോദിച്ചു. എന്റെ രവിശങ്കര, താങ്കൾ ഇത്ര ശുദ്ധഗതിക്കാരനായി പോയല്ലോ. പൂജപ്പുരയിലെന്നല്ല, ഈ തിരുവനന്തപുരം സിറ്റിയിൽ എനിക്ക് പരിചയമുള്ളൊരു കുഞ്ഞു പോലുമില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മൂത്തോലി അപ്പാപ്പൻ എന്ന് വിളിക്കുന്ന ഒരു റൗഡി ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരന്റെ പേരും പറഞ്ഞാണ് എല്ലാ അമ്മമാരും കുട്ടികളെ പേടിപ്പിച്ചിരുന്നത്. അതിൽ കവിഞ്ഞ ഒരു ബന്ധം. അവൾ പറയുന്നത് കേട്ട് അയാൾ മിഴിച്ചു നോക്കി നിന്നു. കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ ഒരു ഓട്ടോ വിളിക്കേ. നല്ലൊരു ഹോട്ടലിലേക്ക് നമുക്ക് പോകാൻ രവി. എന്നിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ. സുഖമായി എത്തിച്ചേർന്നെന്നും കൂട്ടുകാരുടെ ഹോസ്റ്റലിൽ ഗസ്റ്റായി കൂടിയിരിക്കുകയാണെന്നും. ആദ്യത്തെ ഞെട്ടലിൽ നിന്നും വിമുക്തനായപ്പോൾ രവിശങ്കർ ഒരു ഓട്ടോയ്ക്ക് കൈകാട്ടി. ഏകതാരകം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അവസാന ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.